സ്നേഹവും. ഈ 3 മണി സമയത്ത് ഈ ദീപികാരുണ്യത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ അവിടുത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കരുണയായി സ്നേഹമായി കടന്നു വരികയാണ്. പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ പീഡാസഹനത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ആ പീഡാസഹനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെയും നമ്മായിരിക്കുന്ന അവസ്ഥകളെയും കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ സഹനത്തിലൂടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം നമ്മുടെ രക്ഷയായിട്ട് മാറി. ഇതാ വീണ്ടും അതേ കരുണ, അതേ സ്നേഹം, അതേ രക്ഷ ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമായ കർത്താവിനെ, കരുണയായ കർത്താവിനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച്, മനുഷ്യനായി ജീവിച്ച്, പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ദൈവം വീണ്ടും ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ആരാധിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യുവാനാണ് നമുക്ക് സാധിക്കുക? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ 3 മണി സമയത്ത് ദിവ്യകാരുണ്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് നമ്മളെയും നാം ആയിരിക്കുന്ന ഓരോ അവസ്ഥകളെയും കർത്താവിൻ്റെ കരുണയോട് ചേർത്ത് വെച്ച് നമ്മൾ കടന്നു പോകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിവിധങ്ങളായ വ്യഗ്രതകളാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലാവുവാൻ സാധിക്കാതെ പോയ ഒരു മാർത്തായെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവീക സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുന്ന ഒരു മാർത്തായെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങളിൽ നമുക്കറിയാം, മാർത്ത അതീവ ദുഃഖിതയാണ്. തൻ്റെ സഹോദരൻ്റെ മരണം, ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന സഹോദരൻ്റെ മരണം അവളെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിട്ടും 4-ാം ദിവസമായി എന്നറിഞ്ഞിട്ടും കർത്താവ് വരുന്നുവെന്ന ആ വാർത്ത കേട്ടപ്പോൾ മാർത്ത ഈശോയുടെ അടുത്തേക്ക് ഓടി വരികയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. ഒരുപക്ഷേ നമ്മൾ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ലാസറിൻ്റെ രോഗവിവരം ഈശോ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും മരിച്ച് 4 ദിവസം കഴിഞ്ഞാണ് ഈശോ ആ സ്ഥലത്തെത്തിയത്. മാർത്ത തന്നെ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാവണമെന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ പെട്ടെന്നുള്ള ഒരു ഇടപെടലുകളുടെ ആയിരിക്കില്ല ദൈവം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റേതായ ഒരു സമയമുണ്ട്. എന്നാലും മാർത്ത
നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതീവ ദുഃഖിതയായിട്ടും ആ കുടുംബത്തിലൊരു മരണം സംഭവിച്ചിട്ടും ഈശോ കടന്നു വരുമ്പോൾ അവൾ ഈശോയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. കർത്താവിനെ ആ കുടുംബത്തിലേക്ക് അവൾ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതവസ്ഥയിലും ദൈവിക സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു വലിയ കടബാധ്യത, ഒരു ജപ്തി നോട്ടീസ്, നാളെ എന്താവുമെന്ന് അറിയാതെ വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് മർത്തായെ പോലെ ഓടിയെത്തുവാൻ, ആ കരത്തിൽ പിടിച്ചുകൊണ്ട് കർത്താവേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവാം. മാരക രോഗങ്ങളാൽ വലയുന്ന ചില പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബത്തിലുണ്ടാവാം. മർത്തായെ പോലെ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷേ ദാമ്പത്യ ബന്ധത്തിൽ ഒരു വിവാഹമോചനത്തിൽ വരെ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി ഇത് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് മർത്തയെ പോലെ ഓടിയെത്തുവാൻ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, മർത്ത യേശു വരുന്നുവെന്ന് കേട്ടപ്പോൾ അവൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തി അവനെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കള്ളക്കേസുകളിൽ കുരുക്കി ജയിൽ തടവറകളിൽ നമ്മൾ അടയ്ക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നാളെ എന്തെന്ന് പോലും അറിയാത്ത വലിയ പ്രതിസന്ധി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധിയും വേദനയും നിരാശയുമൊക്കെ വളരെ വലുതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ തിരുസഭയിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് മർത്തയെ പോലെ ഓടിയെത്തുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുവാൻ ഇന്ന് സഭയിലെ മക്കളായ നമുക്ക് സാധിക്കും. വിശുദ്ധ പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. അവൾക്കറിയാമായിരുന്നു ഈശോ കൂടെയുണ്ടായിരുന്നെങ്കിൽ മരണത്തിന് പോലും അവളുടെ ജീവിതത്തിൽ നാശം വിതയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. മരണം കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും ശരീരം ചീഞ്ഞു നാറിയെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഡോക്ടർമാർ പറയും ഇനി അധിക കാലതാമസമില്ല. സമൂഹം മുദ്രകുത്തും നമ്മളെ. പ്രതികരിക്കാനാവാത്ത വിധം ചിലപ്പോൾ നമ്മുടെയൊക്കെ മനസ്സും ശരീരവും ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള സൈലൻസിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാം. അവിടെയൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായൊരു നിലപാട്, കർത്താവേ, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിനോ ഈ ലോകത്തിൻ്റെതായ തീരുമാനങ്ങൾക്കോ ഒരു നാശവും എൻ്റെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് സാധിക്കുകയില്ല. നിൻ്റെ തീരുമാനങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയുള്ളൂ എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ മാർത്ത യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്തു ചോദിച്ചാലും പിതാവ് നിനക്ക് അത് തരുമെന്ന്. എന്തൊരു വലിയ വിശ്വാസ പ്രഘോഷണമാണ് പ്രിയമുള്ളവരെ. ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മൾ ദൈവിക സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഈശോയുമായിട്ടുള്ള സംഭാഷണത്തിൽ ചോദിച്ചു മേടിക്കുവാനായിട്ട് സാധിക്കുമോ? കർത്താവേ, നീ ചോദിച്ചാൽ എൻ്റെ ഈ ആവശ്യം, എൻ്റെ ഈ ആഗ്രഹം, എൻ്റെ ഈ അഭിലാഷങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥകൾ കർത്താവേ, നീ പിതാവിനോട് ചോദിച്ച്
എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള മർത്തായുടെ നിലപാട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുമോ? ഇത്രയും ശക്തമായിട്ട് അവൾ വചന പ്രഘോഷണം നടത്തുമ്പോൾ ഈശോ അവളോട് പറയുകയാണ്, നിന്റെ സഹോദരൻ മരിക്കുകയില്ല എന്ന്. അവൾ വിചാരിച്ചു അന്ത്യദിനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഈശോ പറഞ്ഞത് എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഈശോ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എന്നിൽ ജീവിക്കുകയും ചെയ്താൽ ഒരിക്കലും മരിക്കുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുകയും ചെയ്താൽ മരണത്തിന് പോലും നിത്യമായ ഒരു നാശം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയില്ല. മരണം നിത്യതയുടെ കവാടങ്ങൾ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ, നിത്യമായ ദൈവീക സാന്നിധ്യത്തിലേക്കുള്ള വലിയ വരവേൽപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുക എന്നതാണ് ഈശോ ഈ വചനത്തിലൂടെ മർത്തായോട് പറയുന്നത്. പ്രിയമുള്ളവരെ, മർത്ത വലിയ പത്രോസിനെ പോലെ വലിയൊരു വിശ്വാസ പ്രഘോഷണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകുന്നത്. നീ വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ്. സമാന്തര സുവിശേഷങ്ങളിൽ പത്രോസ്ലീഹിയാണ് ഈ വിശ്വാസ പ്രഘോഷണം നടത്തുന്നത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ലൗകിക വ്യഗ്രതയിൽപ്പെട്ട മർത്തായിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ശക്തമായ വിശ്വാസ പ്രഘോഷണം, നീ ജീവിക്കുന്നവനായ ലോകരക്ഷകനായ ക്രിസ്തുവാണ് എന്ന വലിയ വിശ്വാസ പ്രഘോഷണം നടത്തുന്ന മർത്തായിയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നീ ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ ഈ ലോകമോ ഈ ലോകത്തിൻ്റേതായ വ്യഗ്രതകളോ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു നാശമോ നിന്നിലുള്ള വിശ്വാസത്തിലുള്ള കുറവോ വരുത്തുകയില്ല. ഇതിലൊക്കെ ഉപരിയായി എന്നും നിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുവാനുള്ള വലിയ കൃപ, വലിയ ആത്മാവിൻ്റെ ജ്വലനം ഞങ്ങൾക്ക് നൽകും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയം കർത്താവിൻ്റെ ഈ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിലാവുന്ന വലിയ അനുഭവം, കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ചേർത്ത് പിടിക്കൽ അനുഭവിക്കുന്ന ആ അനുഭവം, കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന അനുഭവം, അങ്ങനെ നിത്യതയുടെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും എന്നുള്ള വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റേഴ്സ് ASMI ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടേതല്ലാത്ത കുറ്റം ആരോപിച്ച് പബ്ലിക് വിചാരണയൊക്കെ നേരിട്ട് വളരെ ദുഃഖത്തോടെ നിരാശയോടെയൊക്കെ അവർ ജയിലിനുള്ളിൽ കഴിയുന്ന ഈ അവസ്ഥയിൽ തിരുസഭ മക്കളായിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ കരങ്ങളും നമ്മുടെ ശരീരവും മനസ്സും ജീവിതവും എല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മാനുഷികമായ വിചാരണകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ 2 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മയും നമ്മായിരിക്കുന്ന അവസ്ഥകളെയും പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.